ഇറാനെതിരെ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ് ട്രംപിന്റെ വിശദീകരണം. ജോർദാനിലെ യു.എസ്. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് തിരിച്ചടി നൽകുമെന്നാണ് ട്രംപിന്റെ നിലപാട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പശ്ചിമേഷ്യയിലെ യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിക്കില്ല എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ പരാമർശത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇറാനെതിരെ സൈനിക നടപടി വീണ്ടും പുനരാരംഭിക്കും എന്ന് യു.എസ്. പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, തീർച്ചയായും യു.എസ്. പ്രസിഡന്റിന്റെ മുന്നറിയിപ്പിൽ വളരെ വ്യക്തമായ ചില സൂചനകളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ ഇന്ന് രാത്രി തന്നെ വീണ്ടും ആക്രമണം പുനരാരംഭിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിശക്തമായ ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അല്ലെങ്കിൽ സ്വകാര്യ മാധ്യമത്തിൽ നിന്ന് നൽകിയ ഒരു പ്രതികരണത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ജോർദാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെ ആക്രമണം നടത്തിയിരുന്നു ഇറാൻ. ആ ആക്രമണം ഏതാണ്ട് 4 മിസൈലുകളാണ് ജോർദാനിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയത്. ആ 4 മിസൈലുകളും പ്രതിരോധിക്കാൻ ജോർദാനിലെ സൈനിക സംവിധാനങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ കൂടി ശക്തമായ തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ട്രംപ് നേരത്തെ തന്നെ, അതായത് യുദ്ധം ശക്തമായ സാഹചര്യത്തിലും അല്ലാത്ത സാഹചര്യത്തിലും സമാധാന ധാരണയിലേക്ക് പോയ സാഹചര്യത്തിലും വീണ്ടും യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ പറഞ്ഞത് യു.എസിൻ്റെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന നീക്കമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ്. ഈ തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ്. അതിശക്തമായ ഒരു തിരിച്ചടി അവർ അർഹിക്കുന്നു, അത് കാത്തിരിക്കുകയാണ് അവർ. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ട്രംപ് വിശദീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഇന്നോ നാളെയോ ആയി ഈ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു നിർണായക ഘടകം കൂടിയുള്ളത് സൗദി അറേബ്യയുമായി ചേർന്ന് ഇറാഖിലെ ചില കേന്ദ്രങ്ങളിൽ, അതും ജോർദാനിലേക്ക് തന്നെയാണ് ആക്രമണങ്ങളൊക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റ് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 3 ദിവസത്തോളം ഈ ഇറാഖിലെ IRGC അനുകൂല കേന്ദ്രങ്ങളിൽ നിന്നും ആക്രമണം യു.എസിൻ്റെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ ഒരു ആക്രമണം ഇന്ന് പുലർച്ചെ അതിശക്തമായി സൗദി അറേബ്യയുടെ കൂടി സഹായത്തോടെ, സൗദി അറേബ്യയിലെ സൈനിക കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നതെന്നതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ കൂടി സഹായത്തോടെയും സംയുക്തമായ ഒരു എയർഫോഴ്സ് അറ്റാക്ക് ഇറാഖിലെ പല മേഖലകളിലും നടത്തുകയും ചെയ്തിരുന്നു. ഇനി ഇറാന് തിരിച്ചടി നൽകുമെന്ന നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷേ ഇന്ന് രാത്രി ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല.